ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. ഈ ഒരു പെരുംജീരകം അല്ലെങ്കിൽ ഫെനൽ സീഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നല്ല ഒരു 100 കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഇന്നത്തെ കാലത്ത് എല്ലാവരും അലട്ടുന്ന വലിയൊരു പ്രശ്നമായ പ്രീമച്യൂർ ഗ്രേ, അതായത് അകാല നിര വേരോടെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഈ ഒരു പെരുംജീരകം സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കുക. അപ്പോൾ അതാ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാനിലേക്ക് ഞാൻ ആവശ്യത്തിനനുസരിച്ച് പെരുംജീരകം എടുക്കുന്നുണ്ട്. ഏകദേശം ഞാനൊരു 5 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് പെരുംജീരകം ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്ര തന്നെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 5 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ അളവിലേക്ക് കുരുമുളകും, അതുപോലെ തന്നെ ഒരു ചെറിയ കൈപ്പിടി അളവിലേക്ക് കറിവേപ്പില നന്നായിട്ട് കഴുകിയതിന് ശേഷം ഉണക്കിയിട്ട് അതും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കളർ ചേഞ്ച് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫ്രണ്ടായ ഷെഫ് പറഞ്ഞു തന്ന ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ ഇത്. ഇതുപോലൊരു മസാല നമ്മുടെ വീട്ടിൽ നമ്മൾ കരുതി വെക്കുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന നോൺ വെജൊക്കെ നല്ലൊരു വെറൈറ്റി ഹോട്ടൽ സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എത്ര തന്നെ ഉണ്ടാക്കി ടേസ്റ്റ് ആവുന്നില്ല എന്നുള്ളവരാണെങ്കിൽ കൂടെ, തുടക്കക്കാരാണെങ്കിലും ഇതുപോലെ നോൺ വെജ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയാകും. ഈ ഒരു സ്പെഷ്യൽ മസാല നിങ്ങളുടെ കറിക്ക് അത്രത്തോളം ടേസ്റ്റ് കൂട്ടുന്നതായിരിക്കും. നിങ്ങളിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം, അതും ഒരു 8 തൊട്ട് ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഇത് കളർ ചേഞ്ച് ആയി കിട്ടും. നിങ്ങൾ ഫുൾ ഫ്ലെയിമിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കളർ ചേഞ്ച് ആക്കി ഇട്ടാൽ അതിൻ്റെ ടേസ്റ്റിൽ വല്ലാത്തൊരു വ്യത്യാസം വരും. നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുകയില്ല. അപ്പോൾ ഇത് ആ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പെരുംജീരകത്തിൻ്റെ കളറ് ഇതുപോലൊന്ന് ചേഞ്ച് ആക്കി എടുക്കാം. അത്രത്തോളം നല്ലൊരു മണമാണ് കേട്ടോ. നമ്മൾ ഇത് വറുത്തെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ഇതുപോലൊന്ന് വറുത്തെടുക്കാം. ചിക്കൻ കറി, ബീഫ് കറി, അതുപോലെ തന്നെ മട്ടനൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത്, ഫിഷൊക്കെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ഈ ഒരു മസാല നമ്മുടെ കയ്യിലുണ്ടായാൽ മതിയാകും കേട്ടോ. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഞാൻ ഇതുപോലൊന്ന് കളർ ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട്. അതും ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പെരുംജീരകം ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നത് പോലെ തോന്നും. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു പദം. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറിയ തോതിലൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ട് നല്ല ഫൈൻ പൗഡറാക്കി തന്നെ ഇത് പൊടിച്ചെടുക്കാം. നമ്മളിത് പൊടിച്ചെടുത്തതിന് ശേഷം മാസക്കണക്കിന് വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. കേടാവ് ഒന്നുമില്ല. അത്രത്തോളം തന്നെ നമുക്ക് എത്രത്തോളമാണ് ആവശ്യം അതിനനുസരിച്ച് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കൂടുതലായിട്ട് എടുത്തതിന് ശേഷം നമുക്കിതുപോലെ പൊടിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്റ്റോർ ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടും സാധിക്കും. നോൺ വെജിൽ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. വീട് മുഴുവനും ഒരു പ്രത്യേക തരം നല്ലൊരു സ്മെല്ലും ഉണ്ടാകും. നമ്മൾ കടയിൽ നിന്നൊക്കെ നോൺ വെജ് കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നോൺ വെജ് കറിക്ക് മാത്രമല്ല, ഫ്രൈക്കും നമ്മൾ പൊരിക്കുന്ന നോൺ വെജിനാണെങ്കിലും നമ്മൾ ഈ ഒരു പൊടി ചേർത്ത് നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിൽ അത്രത്തോളം തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇന്ന് തന്നെ നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് പെരുംജീരകമാണ് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ രാത്രി മുഴുവനും ഇതുപോലെ നമ്മൾ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം. ഞാനിതിവിടെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം കുതിർക്കാൻ വെച്ചതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് അത്യാവശ്യം തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആറണം. അല്ലെങ്കിൽ 1 മണിക്കൂർ തൊട്ട് നമുക്കൊരു 2 മണിക്കൂർ സമയത്തേക്ക് ഇത് അങ്ങനെ തന്നെ ഒന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അന്നതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇത് ചെയ്യുന്നത് രാവിലെയാണ്. രാവിലെ ഒരു 1 മണിക്കൂർ സമയത്തേക്കാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. നിങ്ങൾ രാത്രി ഇതുപോലെ ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രത്തോളം തന്നെ നമുക്ക് റിസൾട്ടും കിട്ടുന്നതായിരിക്കും. പെരുംജീരകം നമ്മൾ ഇതുപോലൊന്ന് എടുത്തു വരികയാണെങ്കിൽ ദഹനം മെച്ചപ്പെടുത്താനും ഗ്യാസ്, അസിഡിറ്റി എന്നിവ കുറയ്ക്കാനും ആർത്തവ വേദന ലഘൂകരിക്കാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും വളരെയധികം മികച്ചതാണ്. നമ്മൾ ആഴ്ചയിൽ 2-3 തവണ ഇതുപോലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ നമ്മളൊരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു 11 മണിക്കൊക്കെ നമ്മളിത് കുടിച്ചു വരികയാണെങ്കിൽ, ആ ഒരു കുതിർന്ന പെരുംജീരക വെള്ളം നമ്മൾ ഫിൽറ്റർ ചെയ്ത് കുടിച്ചു വരികയാണെങ്കിൽ അത്രത്തോളം നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള പെരുംജീരകം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അതായത് ഞാനിവിടെ
ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അളവിലേക്കാണ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നത്. ഇതുപോലെ നല്ല ഫൈൻ പൗഡറാക്കിയിട്ടൊന്നും പൊടിച്ചെടുക്കണമെന്നില്ല, ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ പൊടിച്ച ഈ ഒരു പെരുംജീരകം എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് പെരുംജീരകം ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അലോവേറ ജെല്ലാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ അലോവേറ ജെല്ല് ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ലീവ്സ് കൂടെ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഒരുമിച്ചിട്ട് ഈ ഒരു പെരുംജീരകവും ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് അലോവേറ ജെല്ലും ചേർത്തിട്ടുണ്ട്. ഇനി അലോവേറ ജെല്ലിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ സമയത്തേക്ക് നമുക്ക് അങ്ങനെ തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, അതായത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പെരുംജീരകം ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വിറ്റമിനുകൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ എന്നിവ ചർമ്മത്തെ തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമാക്കാൻ സഹായിക്കുന്നു. പെരുംജീരകത്തിൽ രക്തശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങളെ, ടോക്സിനുകളെ പുറന്തള്ളാൻ ഇത് സഹായിക്കുന്നു. ഇത് മുഖക്കുരു, ചുളിവുകൾ, കറുത്ത പാടുകൾ എന്നിവ തടയാനും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി ചർമ്മത്തിൽ കൊളോജൻ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്നു. ഇത് ചർമ്മത്തിന് ചെറുപ്പവും തിളക്കവും നൽകുന്നുണ്ട്. ആഴ്ചയിൽ 2-3 തവണ കുളിക്കുന്നതിന് മുമ്പ് ഒരു 1/2 മണിക്കൂർ സമയം മാത്രം നമ്മൾ ആ ഒരു പെരുംജീരകം നല്ല രീതിയിൽ തന്നെ അലോവേറ ജെല്ലിലോ ഒലിവ് ഓയിലോ നന്നായിട്ടൊന്ന് കുതിർത്തതിന് ശേഷം അത് ഫിൽറ്റർ ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിലേക്ക് പെരുംജീരകം ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ചൂടായിട്ടുള്ള വെള്ളം, അതായത് അത്യാവശ്യം തിളച്ച വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഓവർനൈറ്റ് രാത്രി മുഴുവനും കുതിർക്കാനാണെങ്കിൽ നമുക്ക് പച്ചവെള്ളം ഒഴിച്ചിട്ട് രാത്രി മുഴുവനും നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ 1 മണിക്കൂർ സമയം കഴിഞ്ഞ് ഉപയോഗിക്കാനുള്ളതായതുകൊണ്ടാണ് നല്ല ചൂടോടുകൂടിയുള്ള വെള്ളം ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അതിനുശേഷം, അതായത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ചൂടോടുകൂടിയുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ആ ഒരു പെരുംജീരകത്തിൻ്റെ എസെൻസ് ആ ഒരു വെള്ളത്തിൽ ചേർന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം പൊടിച്ച പെരുംജീരകം ആയതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു പെരുംജീരകത്തിൻ്റെ എസെൻസ് ഒക്കെ ആ ഒരു വെള്ളവുമായിട്ട് നമുക്ക് കലർന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു പെരുംജീരക സൊല്യൂഷൻ നമുക്ക് ഒരു ബോട്ടിലേക്കൊന്ന് മാറ്റിയിട്ട് ആഴ്ച 2-3 തവണ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി മുഴുവനായിട്ടും നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ സമയം കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയുകയാണെങ്കിൽ പെരുംജീരകം മുടിയുടെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. വിറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ ഇത് മുടി കൊഴിച്ചിൽ തടയാനും മുടിയുടെ വേരുകൾ ബലപ്പെടുത്താനും സഹായിക്കുന്നു. താരനകറ്റി മുടിക്ക് തിളക്കവും കട്ടിയും നൽകാൻ ഇത് ഉത്തമമാണ്. പെരുംജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് തല കഴുകുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ വേരുകളെ പോഷിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഈ ഒരു സൊല്യൂഷൻ നമ്മൾ സ്പ്രേ ചെയ്ത് വരികയാണെങ്കിൽ നമ്മുടെ തലമുടിക്ക് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായ അകാലനര, അതായത് പ്രീമച്യൂർ ഗ്രേ, വേരോടെ തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കും. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഈ ഒരു പെരുംജീരകം കൊണ്ട് നമ്മുടെ മുടിക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാണ്ട് കൊണ്ട്, മുടി ഡ്രൈ ആകാണ്ട് കൊണ്ട്, മുടി പൊഴിഞ്ഞു പോവാണ്ട് കൊണ്ട്, താരൻ്റെ ശല്യം ഒന്നും ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ നല്ലൊരു ഹെയർ ഡേ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലേക്കാണ് പെരുംജീരകം എടുക്കുന്നത്. പെരുംജീരകം നമുക്ക് ഇത്രത്തോളം തന്നെ മതിയാകും. നിങ്ങൾ ഒരുപാട് മുടിയുള്ളവരാണ്, ഒരുപാട് വെളുത്ത മുടി കറുപ്പിക്കണം എന്നുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പെരുംജീരകം എടുക്കാവുന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് ബ്ലാക്ക് ഹെന്നയും ചേർത്ത് കൊടുക്കാം. ഇത് ആയുർവേദിക് ഷോപ്പിൽ നിന്ന് നമുക്ക് ചോദിച്ച് വാങ്ങിക്കാവുന്നതാണ്. അമോണിയ ഫ്രീ ആയിട്ടുള്ള, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള, നാച്ചുറൽ പ്രൊഡക്ട്സ് അടങ്ങിയിട്ടുള്ള ബ്ലാക്ക് ഹെന്നയാണ് ഇത്. നമുക്കിതുപോലെ നമ്മൾ ആയുർവേദിക് ഷോപ്പിൽ ചോദിക്കുവാണെങ്കിൽ കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിലേക്ക് അലോവേറ ജെല്ലും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അലോവേറ ജെല്ല് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ വെള്ളമുടിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും, ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാവർക്കും അത് സെറ്റാകണം എന്നുള്ളതില്ല. ഈ ഒരു ഹെയർ ഡേ നിങ്ങൾ നിങ്ങളുടെ വെള്ളമുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് പോലെ കുറച്ച് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്തിട്ട് അലർജിയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളുടെ വെള്ളമുടിയിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു രീതിയിൽ നമ്മൾ ഹെയർ ഡേ ചെയ്ത് വരികയാണെങ്കിൽ ഗ്രാജുവലായിട്ട്, പ്രീമച്യൂർ ഗ്രേ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഗ്രാജുവലായിട്ട് നിങ്ങളുടെ ആ ഒരു വെളുത്ത മുടി
റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പാകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മാത്രമല്ല വെറും അരമണിക്കൂർ സമയം, അതായത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് മൈൽഡ് സോപ്പ് ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലൊരു നാച്ചുറൽ കറുപ്പും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ആ ഒരു കറുപ്പ് നിറം ഒരുപാട് ദിവസത്തേക്ക് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു. അത് മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്.